നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ പറ്റും. ദിസ് സീരീസ് ഇസ് ഫോർ വിമൻ ഇൻ ദെയർ 20s. വെൽക്കം ടു ദ ലൈഫ് ഓഫ് എ 25-year-old entrepreneur. നമുക്ക് ഈ കാഫേയിലൊക്കെ ഷേക്ക് കിട്ടുന്ന വലിയ ഗ്ലാസ് അല്ലേ, അതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾക്കാരെന്ന് വിചാരിക്കാം. അതേസമയം നമുക്ക് ഈ വൈനൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ടല്ലോ, അതാണ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾക്കാരെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഈ ഷേക്ക് ഗ്ലാസ് വൈൻ ഗ്ലാസ്സിലേക്ക് ഒരു 25% ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഫില്ലാവും. പക്ഷെ അതേസമയം ഈ വൈൻ ഗ്ലാസ് അതിലുള്ള 100% തിരിച്ചൊഴിച്ചാലും ഇവിടെ നമ്മൾ 25% ഫില്ലാവത്തുള്ളൂ. ഞാൻ പറയാൻ കാരണം, ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ 25% കൊടുത്താൽ പോലും ഈ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫില്ലാവുന്ന പോലെ അല്ലെങ്കിൽ സഫോക്കേറ്റ് ആവുന്ന പോലെയൊക്കെ തോന്നും. അതേസമയം ഈ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ 100% തന്നാൽ പോലും ഈ ആങ്ഷ്യസ് ആൾക്കാർ ഒരു 25% ഫില്ലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്താ, അവർ ഇനഫായിട്ട് ഒന്നും ചെയ്യുന്നില്ല, അവർ 25% പോലും ചെയ്യുന്നില്ല. കാരണം നമ്മൾ 25% കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഫില്ലാവുകയാണ്. അപ്പോൾ അവർ 25% പോലും തരാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു ഇത്തിരി പോലും ഫില്ലാവാണ്ട് നിൽക്കുന്നതെന്നുള്ളത്. പക്ഷേ അവരുടെ സൈഡിൽ നോക്കുമ്പം അവരുടെ 100%ഉം അവർ തരുന്നുണ്ട്, പക്ഷേ നമുക്കത് ഇനഫ് ആവുന്നില്ല. അപ്പോൾ അവരുടെ സൈഡിൽ നോക്കുമ്പം ഞാൻ എന്ത് ചെയ്താലും ഐ വിൽ നെവർ ബി ഇനഫ് ഫോർ യു എന്നുള്ളൊരു രീതി, അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ ഹെർ, അങ്ങനത്തെ ഒരു ഐഡിയോളജി. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സൈഡിൽ നോക്കുമ്പം അവർക്ക് 25% പോലും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാടധികം റിലേഷൻഷിപ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് മാറും, നമ്മൾ ഓരോ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറും. ഇങ്ങനെ പല രീതിക്കും നമുക്ക് ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനും ബെറ്റർ ആക്കി കൊണ്ടുവരാനും പറ്റും. ഞാൻ കൂടുതൽ ക്യാപ്ഷനിൽ കൊടുക്കാം.